ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾക്ക് മുമ്പേ ഇതാ ടൈസൺ മാസ്റ്ററുടെ റെഡിയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ജനങ്ങളിലൂടെയും ടൈസൺ മാസ്റ്ററിന്റെ ഈ ഒരു റോഡ് ഷോയുടെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൈസൺ മാസ്റ്റർ നമ്മളോട് ചേരുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് തന്നെയായിരുന്നു ഈ ഒരു ജനങ്ങൾ നൽകിയത്. ഇപ്പോൾ കയ്പമംഗലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു 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 അപരിചിതം ഉണ്ടായിരുന്നോ? എനിക്ക് ഞാൻ പഠിപ്പിച്ച സ്കൂൾ എന്ന് പറയുന്നത്, ഞാൻ സർക്കാർ സർവീസിൽ കയറിയത് നമ്മുടെ ഏഴിക്കര സെൻറ്റ് വിൻസെൻ്റ് LPS പള്ളിയാക്കലാണ്. അപ്പോൾ ഇവിടെ ഈ വഴി തന്നെയാണ് അതിൽ യാത്രയും ഇപ്പം ഇവിടെ KSRTC സ്റ്റാൻഡിലും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ കൂട്ടുകാർ, എന്നോടൊപ്പം ജോലി ചെയ്തവർ എല്ലാം ഈ പ്രദേശത്തുകാരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത്തിൽ എനിക്ക് അവരായിട്ട് പരിചയപ്പെടാനും അതനുസരിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കതൊരു നല്ല മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ ഒരു മത്സരമാണ്, കടുത്ത പോരാട്ടമായിരിക്കുമെന്നാണ് ജനങ്ങൾ തന്നെ ഇതിനെ വിധിയെഴുതുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് കാണുന്നത്? വിജയപ്രതീക്ഷ എത്രമാത്രമുണ്ട്? ഞങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്, ആരോട് മത്സരിക്കുന്നതെന്ന് നമ്മുടെ ഒരു പ്രശ്നമല്ല. രണ്ട് കാര്യത്തിൽ പ്രധാനമാണ്. ഒന്ന്, നമ്മുടെ കേരളം എല്ലാ അർത്ഥത്തിലും ഈ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത പരിപാടികൾ, വികസന രംഗത്തുള്ള പ്രത്യേകമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 10-25 കൊല്ലം ആയി ഇവിടെ MLA ആയ ഒരാൾ നിർവഹിക്കേണ്ടത് അത് അത്രമാത്രം ആയോ എന്ന് ഇപ്പോൾ തന്നെ ജനങ്ങളോട് എന്നോട് പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും, കയ്പമംഗലമായാലും കൊടുങ്ങല്ലൂരായാലും എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള വികസനം നടന്നിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ആനുപാതികമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അത്തരം കാര്യങ്ങൾ നടന്നില്ല എന്ന് ആളുകൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. അത് ഞങ്ങൾക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പറവൂരിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ എപ്പോഴും എൻ്റെ ഇത്രയും നാളത്തെ ഈ പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരോട് ഒരുമിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നാണ്. അത് ഇനിയും തുടരും. ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ടൈസൺ മാസ്റ്റർ ഉള്ളത്. ക്യാമറമാൻ ആന്റണിക്കൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.